അങ്ങനെ ബ്രിട്ടനിൽ ഭരണമാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ വംശജനായ ഋഷി സുനക് അധികാരത്തിൽ നിന്ന് പുറത്തായി. ഋഷി സുനക് അധികാരം ഒഴിയുന്നു എന്നതിലപ്പുറം ലേബർ പാർട്ടി അധികാരത്തിലെത്തുന്നു, അതും 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം. അതാണ് ഇക്കുറി ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. 14 വർഷമായി ബ്രിട്ടനെ അടക്കി വാണിരുന്ന കൺസർവേറ്റീവ് പാർട്ടി വാഴ്ച അവസാനിക്കുകയാണ്, തൽക്കാലത്തേക്കെങ്കിലും. കെയർ സ്റ്റാർമർ ബ്രിട്ടന്റെ അടുത്ത പ്രധാനമന്ത്രിയാകും, അതായത് ഋഷി സുനകിന്റെ പിൻഗാമിയാകും. ഇടതു മനസ്സുള്ള രാഷ്ട്രീയവുമായി കെയർ സ്റ്റാർമറും ലേബർ പാർട്ടിയും ബ്രിട്ടനെ ഭരിക്കാനൊരുങ്ങുമ്പോൾ ഇത്തിരി ചരിത്രം കൂടി നോക്കിവരാം. ശരിക്കും ഇതൊരു ചരിത്രപരമായ തെരഞ്ഞെടുപ്പായിരുന്നു. ഋഷി സുനക്കിന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒഴുകിപ്പോകുന്നു എന്ന ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല, അതിനും എത്രയോ മുമ്പ് വിലയിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. ലേബർ പാർട്ടിയുടെ വിജയം പക്ഷേ ഗംഭീരമാണ്. ഇനി അധികാരത്തിലെത്തുന്നത് കെയർ സ്റ്റാർമർ. 10 ഡൗണിംഗ് സ്ട്രീറ്റിലെത്തുന്ന 7ാമത്തെ മാത്രം ലേബർ പാർട്ടി ലീഡർ കൂടിയാണ് അദ്ദേഹം. 1900-ലാണ് ലേബർ പാർട്ടിയുടെ ചരിത്രം തുടങ്ങുന്നത്. അന്ന് ലേബർ റെപ്രസെന്റേറ്റീവ് കമ്മിറ്റി എന്നായിരുന്നു പേര്. 1983-ൽ കെയർ ഹാർഡി രൂപീകരിച്ച ഇൻഡിപെൻഡന്റ് ലിബറൽ പാർട്ടിയിൽ നിന്നാണ് ലേബർ റെപ്രസെന്റേറ്റീവ് കമ്മിറ്റി വരുന്നത്. തൊഴിലാളി സംഘടനകളുടെ എല്ലാം പിന്തുണ നേടിക്കൊണ്ടായിരുന്നു ഇത്. സോഷ്യലിസ്റ്റുകൾ, മാർക്സിസ്റ്റുകൾ, സോഷ്യൽ ഡെമോക്രാറ്റുകൾ എന്നിവരും ഈ നീക്കത്തെ തൊഴിലാളി സംഘടനകൾ കൂടാതെ പിന്തുണച്ചു. വലിയ പിന്തുണയാണ് പെട്ടെന്ന് ലേബർ റെപ്രസെന്റേറ്റീവ് കമ്മിറ്റിയും പിന്നീട് ലേബർ പാർട്ടിയും സ്വന്തമാക്കിയത്. 1922-ൽ ബ്രിട്ടനിലെ പ്രതിപക്ഷമായി വളർന്നു. അതിനുശേഷം ഇന്നോളം ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ലേബർ പാർട്ടിയായിരുന്നു എന്നതാണ് ബ്രിട്ടന്റെ രാഷ്ട്രീയ ചരിത്രം. ഇടതുപക്ഷമാണ് എന്നും ലേബർ പാർട്ടിയുടെ രാഷ്ട്രീയ മനസ്സ്. തൊഴിലാളി പക്ഷത്തുള്ള പാർട്ടിക്ക് അങ്ങനെയാകാതെ തരമില്ല എന്നത് തന്നെ യാഥാർത്ഥ്യം. 1918-ന് ശേഷം 11 തവണയാണ് ലേബർ പാർട്ടി ബ്രിട്ടനിൽ സർക്കാർ രൂപീകരിച്ചത്. ഇക്കാലയളവിൽ 13 തവണയാണ് കൺസർവേറ്റീവ് പാർട്ടി സർക്കാരുണ്ടാക്കിയത്. 11 തവണ സർക്കാരുണ്ടാക്കിയെങ്കിലും 6 തവണയാണ് ലേബർ പാർട്ടി പ്രതിനിധി ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ളത്. 1924-ലാണ് ആദ്യത്തെ ലേബർ പാർട്ടി സർക്കാരുണ്ടാക്കുന്നത്. അതൊരു ന്യൂനപക്ഷ സർക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ആയുസ് ഉണ്ടായത് വെറും 11 മാസം. അതുവരെ കൺസർവേറ്റീവ് പാർട്ടിക്കും ലിബറൽ പാർട്ടിക്കും അപ്രമാദിത്വം ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിലേക്ക് പുതിയൊരു പാർട്ടിയുടെ കരുത്തിന്റെ ശക്തി പ്രകടനമായി അത് മാറി എന്നതാണ് ശ്രദ്ധേയം. 11 മാസം നീണ്ട ആ സർക്കാരിൽ റാംസേ മക്ഡൊണാൾഡാണ് പ്രധാനമന്ത്രിയായത്. പിന്നീട് 2 പതിറ്റാണ്ടോളം കാത്തു നിൽക്കേണ്ടി വന്നു ലേബർ പാർട്ടിക്ക് വീണ്ടും അധികാരത്തിലെത്താൻ. 1945-ൽ ക്ലെമന്റ് ആറ്റ്ലി നയിച്ച പാർട്ടി ഇക്കുറി ഭൂരിപക്ഷത്തോടെയാണ് ബ്രിട്ടൻ വാഴാനെത്തിയത്. 2ാം ലോക മഹായുദ്ധത്തെ തുടർന്നുള്ള ഈ കാലയളവിൽ 6 വർഷവും ലേബർ പാർട്ടി വിഘ്നങ്ങളില്ലാതെ ബ്രിട്ടൻ ഭരിച്ചു. സാമൂഹികമായും സാമ്പത്തികമായും വലിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കി. ഇക്കാലത്താണ് നാഷണൽ ഹെൽത്ത് സർവീസ് ബ്രിട്ടനിൽ നടപ്പാക്കിയത്. കൽക്കരി, ഇരുമ്പുരുക്ക് വ്യവസായങ്ങളും റെയിൽവേയും ദേശസാൽക്കരിച്ചും ലേബർ പാർട്ടി ഭരണരംഗത്ത് വലിയ പരിഷ്കരണങ്ങൾ വിജയിപ്പിച്ചു. ഇക്കാലത്താണ് ഇന്ത്യയും ബർമയും ബ്രിട്ടന്റെ കരങ്ങളിൽ നിന്ന് മോചിതമായതെന്നതും ചരിത്രമാണ്. 1950-ൽ ആ ഭരണകാലം അവസാനിച്ചു. ബ്രിട്ടന് പുതിയ വസന്തം പകർന്നു നൽകിയതായിരുന്നു ആ 6 വർഷങ്ങളും. പിന്നീട് 1964-ലാണ് ലേബർ പാർട്ടി അധികാരത്തിലെത്തിയത്. ഹറോൾഡ് വിൽസൺ പ്രധാനമന്ത്രിയായി. 1950 മുതൽ 1964 വരെയുള്ള കാലത്തെ ബ്രിട്ടന്റെ നഷ്ടകാലം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു ഹറോൾഡ് വിൽസന്റെ സ്ഥാനാരോഹണം. സത്യത്തിൽ അതുതന്നെയായിരുന്നു അവസ്ഥയെന്നാണ് ചരിത്രം ചൂണ്ടിക്കാട്ടുന്നത്. സാമ്പത്തിക രംഗം നന്നേ താറുമാറായിരുന്നു. 1967-ൽ പൗണ്ടിന്റെ മൂല്യം വീണ്ടും നിർണ്ണയിക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായി. ആദ്യ ഭരണകാലത്ത് യാഥാർത്ഥ്യമാക്കിയ വസന്തം തിരികെ കൊണ്ടുവരാൻ ശ്രമമുണ്ടായെങ്കിലും പൂർണ്ണതോതിൽ ഫലിച്ചില്ല. 1970-ലെ തെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവുകൾക്കും അവരെ നയിച്ച എഡ്വാർഡ് ഹീതിനും മുന്നിൽ ഹറോൾഡ് വിൽസണും ലേബർ പാർട്ടിയും അടിയറവ് പറഞ്ഞു. 1974-ൽ പക്ഷേ ഹറോൾഡ് വിൽസൺ വീണ്ടും അധികാരത്തിലെത്തി. ഇതും രാഷ്ട്രീയമായി അത്ര നല്ല കാലമായിരുന്നില്ല. യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയിലെ അംഗത്വം സംബന്ധിച്ച് നടത്തിയ റഫറൻഡവും പൗണ്ടിന്റെ മൂല്യം തകർന്നിടിഞ്ഞതുമെല്ലാം ഭരണത്തിന് തിരിച്ചടിയായി. ലോക ബാങ്കിന്റെ ഇടപെടൽ വരെ വേണ്ടിവന്നു. എന്തായാലും ഈ വിഷമഘട്ടത്തിൽ രാജിവെച്ചുകൊണ്ടാണ് ഹറോൾഡ് വിൽസൺ അധികാരമൊഴിഞ്ഞത്. ആ തീരുമാനം രാജ്യത്തെ ഞെട്ടിക്കുകയും ചെയ്തു. അതുവരെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ജിം കല്ലഹനാണ് ഹറോൾഡ് വിൽസന് പകരം പ്രധാനമന്ത്രി പദത്തിലെത്തിയത്. കല്ലഹൻ വിദേശകാര്യ സെക്രട്ടറിയുടെയും പ്രധാനമന്ത്രിയുടെയും ചുമതല ഒന്നിച്ച് വഹിച്ചു. വളരെ ചെറിയ ഒരു ഭൂരിപക്ഷം കൊണ്ടാണ് കല്ലഹൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർന്നതെന്നതും സവിശേഷമാണ്. ഇത് കൂടാതെയും പ്രതിസന്ധികൾ നേരിട്ടു.
സംഘടിതരായ തൊഴിലാളികൾ നടത്തിയ സമരം അതിലൊന്നാണ്. അങ്ങനെ പലതും. വിന്റർ ഓഫ് ദി ഡിസ്കോണ്ടന്റ് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ സാഹചര്യത്തിലേക്കാണ് ഇത് നീങ്ങിയത്. എല്ലാത്തരം തൊഴിലാളികളും ജീവനക്കാരും സമരത്തിലായതോടെ സർക്കാരിന്റെ മുന്നോട്ടു പോക്ക് അനിശ്ചിതത്വത്തിലായി. 1979 അവസാനമായപ്പോഴേക്ക് തുടരാനാകാത്ത നിലയിലായി. ജനങ്ങൾ കലഹനെ പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് താഴെ ഇറക്കി. അത് മറ്റൊരു ചരിത്രത്തിനാണ് ബ്രിട്ടനിൽ വഴി തുറന്നത്. ബ്രിട്ടന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായ മാർഗരറ്റ് താച്ചർ അധികാരത്തിലെത്തി. മാർഗരറ്റ് താച്ചർ തുടക്കമിട്ടത് 18 വർഷം നീളുന്ന കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണത്തിനാണ്. അതായത് 1997 ടോണി ബ്ലെയർ പ്രധാനമന്ത്രിയാകുന്നത് വരെ കൺസർവേറ്റീവുകളുടെ കരങ്ങളിലായിരുന്നു ബ്രിട്ടൻ. ടോണി ബ്ലെയറിലൂടെ വീണ്ടും ഒരു ലേബർ പാർട്ടിക്കാരൻ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായതോടെ വീണ്ടും പരിഷ്കാരങ്ങൾക്കാണ് വേദിയായത്. വെറും 146 സീറ്റുകളിൽ നിന്ന് ബ്ലെയർ 118 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാണ് അധികാരത്തിലെത്തിയതെന്നും ഓർക്കണം. രാജ്യത്തെ പല കാര്യങ്ങളും അടിമുടി പരിഷ്കരിക്കാൻ ബ്ലെയറിന് സാധിച്ചു. സാമ്പത്തിക രംഗം നവീകരിച്ചു. ഇറാഖിൽ യുദ്ധം ചെയ്ത അമേരിക്കയെ പിന്തുണച്ചതിലൂടെ വിദേശ നയത്തിലും നയം വ്യക്തമാക്കി. 10 വർഷം നീണ്ടു ടോണി ബ്ലെയറിന്റെ ഭരണകാലം. ബ്രിട്ടനിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്നയാൾ എന്ന പെരുമ ബാക്കിയാക്കിയാണ് ടോണി ബ്ലെയർ ഭരണകാലം അവസാനിപ്പിച്ചത്. ടോണി ബ്ലെയറിന് ശേഷവും ലേബർ പാർട്ടി ഭരണത്തിൽ തുടർന്നു. 2007 മുതൽ 2010 വരെ ഗോർഡോൺ ബ്രൗൺ പ്രധാനമന്ത്രിയായി. വടക്കൻ അയർലൻഡിനുള്ള ഭരണ കൈമാറ്റം, ഇറാഖിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കൽ, കാലാവസ്ഥാ വ്യതിയാന നിയമം നടപ്പാക്കിയതും ഗോർഡൺ ബ്രൗണിന്റെ കാലത്തായിരുന്നു. പിന്നെ 14 വർഷങ്ങൾ ബ്രിട്ടനിൽ ലേബർ പാർട്ടി അധികാരം തൊട്ടില്ല. ഇപ്പോൾ കെയർ സ്റ്റാർമർ അധികാരത്തിൽ എത്തും വരെ. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് സ്റ്റാർമർ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ ബ്രിട്ടൻ പ്രതീക്ഷിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം സ്വന്തം പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കുക എന്നത് തന്നെയാണ്. 2019 202 സീറ്റെന്ന അതിദയനീയമായ വിധത്തിൽ തകർന്നുപോയ ലേബർ പാർട്ടി ഇക്കുറി കരുത്തു കാട്ടിയെങ്കിലും സ്റ്റാർമറിന് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാനുണ്ട്. ഏതാണ്ട് ഒരു ദശാബ്ദം മുമ്പ് 2015 സ്റ്റാർമർ UK പാർലമെന്റിൽ എത്തുന്നത്. ഒരു തീപ്പൊരി നേതാവൊന്നുമല്ല സ്റ്റാർമർ, പക്ഷേ ഒരു നല്ല മാനേജറാണ്. ചുമതലാബോധമുള്ള ടീമിനെ കൃത്യമായി നയിക്കാനാകുന്ന നേതാവ്. അതിന്റെ ഫലമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. സ്റ്റാർമറുടെ രാഷ്ട്രീയ ജീവിതം അത്ര സുഖകരമായ ഒന്നായിരുന്നില്ല. COVID-19 പടർന്നു പിടിച്ച കാലത്താണ് ബ്രിട്ടനിലെ തലമുതിർന്ന നേതാവായി അദ്ദേഹം മാറിയത്. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള പടിയിറക്കം, യൂറോപ്യൻ സാമ്പത്തിക മാന്ദ്യം, റഷ്യൻ യുക്രൈൻ യുദ്ധം, ഇങ്ങനെ കഠിനമായ പല ഘട്ടങ്ങളിലൂടെയും ലോകം കടന്നുപോയപ്പോൾ നയപരമായി നയിച്ച പ്രതിപക്ഷ നേതൃപദവിയാണ് സ്റ്റാർമറിനെ ഇപ്പോഴത്തെ ഈ പദവിയിൽ എത്തിച്ചിരിക്കുന്നത്. ഇനി കെയർ സ്റ്റാർമറിന്റെ ടീമിൽ ആരെല്ലാം ഉണ്ടായിരിക്കുമെന്നാണ്? ഏഞ്ചല റൈനർ ഉപപ്രധാനമന്ത്രിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ. വലിയ അനുഭവ തീക്ഷ്ണതകളിലൂടെ രാഷ്ട്രീയത്തിലെത്തി മികവ് കാട്ടിയ വനിതാ നേതാവാണ് ഏഞ്ചല. ഡിഗ്രി പൂർത്തിയാകാതെ കോളേജ് ഡ്രോപ്പ് ഔട്ടായി. 16-ാം വയസ്സിൽ അമ്മയായി. വൈകാതെ വിവാഹമോചിതയായി. എന്നാൽ വിധി വൈപരീത്യങ്ങളെ ചെറുത്തു തോൽപ്പിച്ചാണ് അവർ ബ്രിട്ടനിലെ രാഷ്ട്രീയത്തിൽ തിളങ്ങിയത്. ബ്രിട്ടനിലെ പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനായ റേച്ചൽ റീവ്സ് ധനമന്ത്രിയാകും. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയുമായിരിക്കും റേച്ചൽ. കറുത്ത വർഗ്ഗക്കാരിയായ ഡേവിഡ് ലമ്മി വിദേശകാര്യമന്ത്രിയാകും. സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുകയാണ് കെയർ സ്റ്റാർമറുടെ ഏറ്റവും വലിയ വെല്ലുവിളി. പ്രോ ബിസിനസ്സും പ്രോ വർക്കറുമായ ഭരണമായിരിക്കും കെയർ സ്റ്റാർമറുടെ നയം. ആരുടെയും നികുതി വർദ്ധിപ്പിക്കില്ലെന്ന വാക്ക് പ്രചാരണ സമയത്തെ സ്റ്റാർമർ നൽകിയിരുന്നു. അത് പാലിക്കപ്പെടുമോ എന്നതായിരിക്കും ലോകം ഉറ്റുനോക്കുന്ന കാര്യം. വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിലും സ്റ്റാർമർ കൂടുതൽ ഊന്നൽ നൽകും. NHS-ൽ ഉണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കാനുള്ള നടപടികളും ഉണ്ടാകും. പുതുതായി 6500 അധ്യാപകരെ നിയമിക്കാനും സ്റ്റാർമർ പദ്ധതിയിടുന്നുണ്ട്.